ജാമിയ, കിതാബുൽ ജഫർ, മുസ്ഹഫ് ഫാത്തിമ, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ അവർക്കുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരും ഇൽമുൽ ജഫറിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഇൽമുൽ ജഫർ എന്ന് പറയുന്നത് അതൊരു അസ്മാഉൽ സമാഅത്തിന്റെ കിതാബില് ഷംസുൽ മആരിഫുൽ കുബ്രയിലൊക്കെ കാണാം ഇൽമുൽ ജഫറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട്. ഈ ഇൽമുൽ ജഫർ ആരാണത്? അത് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു എഴുതിണ്ടാക്കിയതാണ്, അതോ അലി റളിയല്ലാഹു അൻഹു എഴുതിണ്ടാക്കിയതോ, അതോ അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തതോ? പലതും പറയും. ഒരു വ്യവസ്ഥ അല്ല. അതിങ്ങനെ ഈ അക്ഷരങ്ങൾ, ഒരു അക്ഷരവിദ്യയാണത്. ഇപ്പം നമുക്ക് കള്ളി മനസ്സിലായല്ലോ. ഈ അക്ഷരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഈ അസ്മാഉൽ സമാഅത്തിന്റെ ആളുകൾ കണക്ക് കൂട്ടുന്ന മാതിരി അക്ഷരങ്ങൾ നിരത്തി വെച്ച് കണക്ക് കൂട്ടിയിട്ട് അതീത് ചില സംഭവങ്ങൾ കണ്ടുപിടിക്കുക. അതിനുള്ള ഒരു ഇൽമാണ് ഇൽമുൽ ജഫർ എന്ന് പറയുന്നത്. അത് ചില സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഉദാഹരണം, ശറഹുൽ മവാഖിഫില് സയ്യിദ് ഷരീഫുൽ ജുർജാനി ശറഹുൽ മവാഖിഫിൽ കണ്ടോ? വഹുമാ കിതാബാനി ലഅലി റളിയല്ലാഹു തആല അൻഹു ഖദ് ദക്കറ ഫീഹിമാ അലാ തരീഖത്തി ഇൽമിൽ ഹുറൂഫി അൽ ഹവാദിസ് അല്ലതി തഹദുസു ഇലൻഖിറാദിൽ ആലം എന്നൊരു അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട, അത് ഷംസുൽ മആരിഫിലൊക്കെ ഉണ്ട്. അതിലുണ്ട് ഷംസുൽ മആരിഫ്. അത് ഇമാം ജഅഫർ സാദിഖ് എഴുതിണ്ടാക്കിയതാണെന്നും പലതും പറയുന്നുണ്ട്. ഈ അക്ഷരങ്ങൾ നിരത്തി വെച്ചിട്ടുള്ളൊരു വിദ്യ എന്തോ ആവട്ടെ, ബഹുമാനമുള്ള സഹോദരന്മാർ, ഈ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഈ തരീഖത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ ഗൈബ് പറയല, ഈ അക്ഷരവിദ്യ പഠിച്ചിട്ട് മറഞ്ഞ കാര്യങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ പറയാൻ സാധിക്കുക, ഇതാണോ തരീഖത്തിന്റെ ലക്ഷ്യം? വതരീഖത്തുൻ അഖ്ദും ബി അഹ്വത കൽവറ വഅസീമത്തുൻ കരിയാവത്തി മുതബത്തില വഹഖീഖത്തുൻ ലവസൂലുഹു ലിൽ മഖ്സദി വമുശാഹദുൻ നൂറ തജല്ലി ബിദ്ദില. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നൂറു തജല്ലിയാത്ത് കരസ്ഥമായി, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ അറിവ് കരസ്ഥമായി, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ചുള്ള തവക്കുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ചുള്ള റിള, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ചുള്ള മഹബ്ബത്ത്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഒരാൾക്കുണ്ടായി അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പൊരുത്തവും സ്നേഹവും സാമീപ്യവും കരസ്ഥമാക്കാനുള്ള പരിശുദ്ധമായ തരീഖത്തിനെ കൊണ്ടുപോയി ഇപ്പൊ ഇൽമുൽ ജഫർ കിട്ടാൻ മറഞ്ഞ കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇതൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു ഇൽമ്, അതാണ് ഏറ്റവും വലിയ ഇൽമ്, ജഫ്റുജ്ഞാനം. ആ ജഫ്റുജ്ഞാനം കരസ്ഥമാക്കലാണ് തരീഖത്തിന്റെ ലക്ഷ്യം. എന്നിട്ട് ആ ജഫ്റുജ്ഞാനം കരസ്ഥമാക്കിയതിന്റെ ചേലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. കുൻ എന്ന് പറഞ്ഞാൽ കാഫ് കൊണ്ടാണ് റസൂലുള്ളാഹി ഉണ്ടായത്. എങ്ങനെ കിട്ടിയത്? അത് തരീഖത്ത് കൂടണം, എന്നാ ജഫ്റുജ്ഞാനം കിട്ടും. അപ്പൊ ഇതൊക്കെ കൊണ്ട് തിരിയും. ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് താടി വന്നത് എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ റസൂല് കൊണ്ട് തജല്ലിയായിട്ട് ആദം നബിക്ക് താടി വന്നത്. ഇതാണ് ജഫ്റുജ്ഞാനം. ഈ ജാതി അബദ്ധങ്ങളിലേക്ക് മനുഷ്യനെ ചെന്നെത്തിക്കുന്ന ഒരു പിഴച്ച തരീഖത്താണത്. എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇൽഹാം വിശ്വസിക്കാൻ പറ്റുമോ? കശ്ഫ് വിശ്വസിക്കാൻ പറ്റുമോ? സ്വപ്നം വിശ്വസിക്കാൻ പറ്റുമോ? ഇൽമുൽ ജബർ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ദീനിന്റെ വിധിവിലക്കുകൾക്ക്
ഒരു തെളിവായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട അയിമത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും തെളിവല്ല. കശ്ഫുൽ ഖത്ത് സംഭവിക്കും. ഇജ്തിഹാദിൽ പിഴവ് സംഭവിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കശ്ഫിൽ പിഴവ് സംഭവിക്കും. അതുകൊണ്ട് ശർഈയായ വിധികൾക്ക് കശ്ഫ് തെളിവാക്കാൻ പാടില്ല. ഇതുപോലെയുള്ള വിദ്യകളൊന്നും തെളിവാക്കാൻ പാടില്ല. ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഇതെങ്ങനെ തരീഖത്തിന്റെ ലക്ഷ്യമാണോ? ഇതാണ് ഇപ്പൊ തരീഖത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഈ ഇൽമുൽ ജഫറിനെ സംബന്ധിച്ച് ഒരിക്കൽ പറയും അത് അലിയറതാണ്, ഒരിക്കൽ പറയും അത് ജഅഫർ സാദിഖ് എഴുതി ഉണ്ടാക്കിയതാണ്, ഒരിക്കൽ പറയും ഇത് മുഴുവനും ഇതൊന്നും ആർക്കും ഒന്നും അറിയില്ല, ഇത് ഇമാം മഹ്ദി തങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നൊരിക്കൽ പറയും തരീഖത്തിന്റെ ആളുകൾ മുഴുവനും നിലനിൽക്കുന്നത് ഇൽമുൽ ജഫർ മലാണ്. ഇങ്ങനെ ആകെ പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പ്രസ്താവനകളാണ് അവരിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിമാവുടെ കാര്യം, വൈരുദ്ധ്യങ്ങൾ. ഇപ്പൊ യൂസുഫ് സുൽത്താൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് എന്താണ്, പ്രചരിപ്പിക്കുന്നത് എന്താണ്? തരീഖത്തിൽ കൂടിയാൽ അയാളെ തരീഖത്തിൽ കൂടിയെങ്കിലേ മൂമിനാകുള്ളൂ. അയാളുടെ ഷെയ്ഖ് അയാൾക്ക് സിൽസില കൊടുത്ത് ഖിലാഫത്ത് കൊടുത്ത ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ബാദുഷാ, അയാളുടെ ജീവിത ചരിത്രം അയാൾ പറയുന്നുണ്ട്. അയാളുടെ ജീവിത ചരിത്രത്തിൽ അയാൾ പറയുന്ന അയാളുടെ ഒരു പിതൃ സഹോദരൻ ഒരു തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. അങ്ങനെ അയാളുടെ കൂടെ തരീഖത്തിൽ കൂടി, അങ്ങനെ ഒരുപാട് കാലം അയാളുടെ കൂടെ തരീഖത്തിൽ കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളൊരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇയാൾ ഗുൽബർഗിൽ പോയി. ഗുൽബർഗിൽ ചെന്നപ്പോൾ അവിടെ കരീമുള്ള എന്ന് പറഞ്ഞൊരു ഷെയ്ഖിനെ കണ്ടു. ആ ഷെയ്ഖ് വന്ന് അന്വേഷിച്ചു, നിങ്ങളാരാ? ഞാൻ സയ്യിദ് മുഹമ്മദ് യമനിയാണ്. ഓ, നിങ്ങൾ സാദാത്താണോ? നിങ്ങളെ കൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ മനുഷ്യരായത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അയവാന്മാരായി പോകുമായിരുന്നു. ഇയാളെ അങ്ങോട്ട് പൊന്തിച്ചു. അപ്പോൾ ഇയാൾ കുറച്ച് ഉയർന്നു. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിക്കാണ്. ഇയാൾ ചൊല്ലി, അത് ശരിയായിട്ടില്ല, നിങ്ങളെ ചൊല്ലൽ ശരിയായിട്ടില്ല. നിങ്ങൾ തരീഖത്തിൽ, നമ്മളെ തരീഖത്തിൽ കൂടണം. നമ്മളെ തരീഖത്തിൽ കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയെങ്കിൽ നിങ്ങൾ ആ ചൊല്ലിയത് ശരിയാവുള്ളൂ, നിങ്ങൾ മുസ്ലിം ആകുള്ളൂ. കണ്ടോ, മൂമിനാവുള്ളൂ എന്നല്ല പറഞ്ഞത്, മുസ്ലിം ആവുള്ളൂ എന്നാ പറയണത്. അങ്ങനെ ഇയാൾ ഇതുവരെയുള്ള തരീഖത്തെ ഒഴിവാക്കി പിന്നെ കരീമുള്ള ഷാന്റെ കൂടെ കൂടി. എന്തിനാ കൂടിയത്? മുസ്ലിം ആവാന്. കണ്ടോ, മുझे शक है मैं मुसलमान नहीं हूं, इसका इलाज कीजिए. എനിക്ക് സംശയമാണ്, ഞാൻ മുസ്ലിം അല്ല, ഞാൻ മുസ്ലിം ആകാൻ വേണ്ടി എനിക്ക് ചികിത്സ ചെയ്ത് എന്നെ മുസ്ലിം ആക്കി തരണം. അപ്പൊ എന്നെ മൂമിനാക്കി തരണം എന്നല്ല പറയണത്. അപ്പൊ ഇയാള് പറയണത് മൂമിനാകാനാണ് തരീഖത്ത്, ഇയാളെ ഷെയ്ഖ് പറയണത് മുസ്ലിം ആകാനാണ് തരീഖത്ത്. ഇതിലിപ്പോ ഏതാ നമ്മൾ എടുക്കുക? ഇപ്പൊ ഈ കുട്ടിയാള് മെഹബൂബി കുട്ടികളൊക്കെ മജ്ദൂബി കുട്ടികളായിക്കണോ? എന്തൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. അതിലുള്ള പ്രയോഗങ്ങൾക്കൊന്നും മറുപടി പറയാൻ നമുക്ക് സാധിക്കൂല. ഇൻഷാ അല്ലാഹ് ഓല 1001 പണ്ഡിതന്മാരല്ല 10,001 പണ്ഡിതന്മാരെന്ന് കടലാസിൽ എഴുതി സംഘടന ഉണ്ട് എന്ന് പറഞ്ഞാലും, മെഹബൂബിങ്ങളായാലും മജ്ദൂബിങ്ങളായാലും ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ തീരുമാനത്തിന്റെ വിശദീകരണത്തിന്റെ തുടക്കമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ ഒരു വിങ്, ഇവർക്ക് തരീഖത്ത് പഠിപ്പിക്കാനുള്ള ഒരു വിങ് ഇൻഷാ അല്ലാഹ് അടുത്തിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. സ്റ്റേജിലും പേജിലും അവരൊന്ന് പറയുമ്പോൾ അതിനണാവൈ തീർത്ത് മറുപടി പറഞ്ഞ് അവർക്ക് തരീഖത്ത് പഠിപ്പിക്കും. അവരേതോ ഒരു മരത്തിന്റെ ചോട്ടിരുന്ന് ഒരു കൊല്ലം ഇരുന്ന് തരീഖത്ത് പഠിച്ച് ഡോക്ടർ യൂസുഫ് സുൽത്താൻ അവർക്ക് മെഹബൂബി ബിരുദം കൊടുത്തിട്ടുണ്ട് എന്നാണ്.
അപ്പം ഇനി ആർക്കും വേറെ ആർക്കും തസവുഫും തരീഖത്തൊന്നും അറിയില്ല. അതൊക്കെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. 12 ഇമാമിങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് തങ്ങളിലേക്ക് തരീഖത്ത് വന്നെത്തിയത്. 12 ഇമാമിങ്ങളിൽ ഇമാം മഹ്ദി ഉണ്ട്. അപ്പൊ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ജനിച്ചിട്ടേ ഇല്ല. ജനിച്ചിട്ടില്ലാത്ത ഇമാം മഹ്ദിയിൽ കൂടി ഗൗസുൽ ആദം തങ്ങളിലേക്ക് ഖാദിരി തരീഖത്ത് വന്നു എന്ന് പറഞ്ഞാൽ